ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ടോ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടെങ്ങാനും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ഈ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ യോജിച്ച് വരുന്ന രീതിക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കട്ടി ആയതുകൊണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കാം. ഇത്ര കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്നുകൂടി ലൂസാക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ മസാല അവിടെ നിന്നോളും. അതിനുശേഷം മറ്റേ പീസ് ബ്രെഡ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലോട്ട് മുക്കിയിട്ട് നല്ലതുപോലെ കവറാകുന്ന രൂപത്തിൽ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് എണ്ണ കുടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടോടുകൂടി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. നല്ല ചൂടോടുകൂടി ചെയ്യുന്നത് കാരണം ആകെ നമുക്കിതിലേക്ക് ഫ്രൈ ആയി വരാനുള്ളത് മുകളിലത്തെ ബാറ്റർ മാത്രമാണ്. ബാക്കിയൊന്നും മസാലയൊക്കെ കുക്ക് ചെയ്തത് കാരണം ഒരുപാട് സമയം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിതിലേക്ക് ചിക്കനും ബീഫും ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.